അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായമായ സൂറത്തു സബഇൻ്റെ 1-2 ആയത്തുകളും അതിൻ്റെ അർത്ഥവുമാണ് സൂചിപ്പിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ സൂറത്തു സബഇലെ 3, 4, 5 ആയത്തുകളാണ്. നമുക്കൊന്ന് ആദ്യം ആയത്ത് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الذين كفروا لا تأتين الساعة قل بلى وربي لتأتينكم عالم الغيب لا يعزب عنه مثقال ذرة في السماوات ولا في الأرض ولا أصغر من ذلك ولا أكبر إلا في كتاب مبين ليجزي الذين آمنوا وعملوا الصالحات أولئك لهم مغفرة ورزق كريم والذين سعوا في آياتنا معاجزين أولئك لهم عذاب من رجز أليم. ഓക്കെ, നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകളുടെ അർത്ഥത്തിലൂടെയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ആശയത്തിലൂടെയും നമുക്ക് പ്രവേശിക്കാം. നമ്മൾ ഈ ആയത്തിനെക്കുറിച്ച് സൂചിപ്പിച്ചു. അബൂ സുഫിയാൻ അദ്ദേഹം മുശ്രിക്കായിരിക്കുന്ന കാലഘട്ടത്തിൽ സൂറത്തുൽ അഹ്സാബിൻ്റെ അവസാന ഭാഗത്തെ മുനാഫിഖീങ്ങൾക്കും മുശ്രിക്കീങ്ങൾക്കും അള്ളാഹുവിന് ശിക്ഷയുണ്ട് എന്ന ആയത്തിറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ലാത്തയാണ് ഉസ്സയാണ് സത്യം, ലാത്തീന സാഅത്തു അബദ, ഖിയാമത്ത് നാൾ അതൊരിക്കലും ഉണ്ടാവുകയില്ല എന്ന് അബൂ സുഫിയാൻ എന്ന് പറഞ്ഞു. ആ സമയത്താണ് അള്ളാഹു തആല ഈ ആയത്തിറക്കിയത്. വഖാല അല്ലദീന കഫറു, അവിശ്വാസികൾ സത്യനിഷേധികൾ പറയുകയാണ്, ലാ തഅ്തീന സാഅ, ലാ അന്ത്യദിനം, ലാ തഅ്തീന നമുക്ക് വരികയില്ല, അസ്സാഅ അന്ത്യസമയം. ഖുൽ, നബി അവരോട് പറഞ്ഞു കൊടുക്കുക, ബല വറബ്ബി, എൻ്റെ റബ്ബ് തന്നെയാണേ സത്യം, ലതഅ്തിയന്നക്കും, അത് നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും, ആലിമുൽ ഗൈബ്, അദൃശ്യമറിയുന്നവനായ റബ്ബ് തന്നെയാണേ സത്യം, ഖിയാമത്ത് നാള് അത് നിങ്ങൾക്ക് വരും. ആയത്തിൻ്റെ ബാക്കി, ലാ യഅ്സുബു, വിട്ടൊഴിഞ്ഞു പോവുകയില്ല, മിസ്കാലു ദർറത്തിൻ, ഒരു ദർറത്ത്, ഒരു അണുമണിത്തൂക്കം പോലും, മിസ്കാലു ദർറത്തിൻ ഫിസ്സമാവാതി വലാ ഫിൽ അർദ്, ആകാശത്തിലായിക്കോട്ടെ ഭൂമിയിലായിക്കോട്ടെ അള്ളാഹുവിനെ തൊട്ട് ഒരു ദർറത്ത്, ഒരു അണുമണി പോലും ഇല്ലാതെ അവരിൽ നിന്നും വിട്ടുപോവുകയില്ല. വലാ അസ്ഗറു മിൻ ദാലിക്, ഇനി ദർറത്ത് എന്ന അണുമണിയേക്കാൾ ചെറുതായത് വല്ലതുണ്ടോ, അതുപോലും അള്ളാഹുവിൽ നിന്ന് വിട്ടുപോവുകയില്ല. വല അക്ബറും, അതിനേക്കാൾ വലിയതും ഒന്നും അള്ളാഹുവിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോവുകയില്ല. ഇല്ലാ ഫി കിതാബിൻ മുബീൻ, അള്ളാഹു തആല ഇതെല്ലാം ഒരു വ്യക്തമായ രേഖയിൽ, സ്പഷ്ടമായ രേഖയിൽ രേഖപ്പെടുത്തി വച്ചിട്ടല്ലാതെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഇൽമിനെക്കുറിച്ചും ഖിയാമത്ത് നാളിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചുമാണ് അള്ളാഹു തആല ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അറിവിനെ കുറിച്ചും ഖിയാമത്ത് നാളിൻ്റെ സംഭവ്യത്തെക്കുറിച്ചുമാണ് അള്ളാഹു തആല ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്ന് അള്ളാഹു തആല സത്യം ചെയ്തുകൊണ്ട് ആണയിട്ടു പറയുന്ന 3 ആയത്തുകളാണ് ഖുർആനിലുള്ളത്. ഒന്ന്, സൂറത്തു യൂനുസിലെ 53-ാമത്തെ ആയത്ത്. ആയത്ത് നമുക്ക് ഇപ്രകാരം വായിക്കാം, വയസ്തംബിഊനക അഹഖുൻ ഹു ഖുൽ ഈ വറബ്ബി ഇന്നഹു ലഹഖ്. ഖിയാമത്ത് നാൾ അത് യാഥാർത്ഥ്യമാണോ എന്ന് അവർ നിന്നോട് വർത്തമാനം അന്വേഷിക്കുന്നു. മക്കത്തെ മുശ്രിക്കീങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖിയാമത്ത് നാൾ അത്തരമൊരു സംഭവം അതുണ്ടായിത്തീരുമോ എന്ന് ചോദിക്കുകയാണ്. ഖുൽ ഈ വറബ്ബി ഇന്നഹു ലഹഖ്, അതെ, എൻ്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം, ഖിയാമത്ത് നാൾ അത് ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ് ഇസ്ലാം ശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരായത്താണ് നമ്മൾ ഇന്ന് ഓതിയ സൂറത്തു സബഇൻ്റെ 3-ാമത്തെ ആയത്ത്. മറ്റൊരായത്താണ് സൂറത്തു തഗാബുനിലെ 7-ാമത്തെ ആയത്ത്. സഅമ അല്ലദീന കഫറു അല്ലൻ യുബ്അസു ഖുൽ ബലാ വറബ്ബി ലതുബ്അസുന്ന, കാഫിരീങ്ങൾ അവർ വാദിക്കുകയാണ്, അല്ലൻ യുബ്അസു, ഞങ്ങളൊരിക്കലും പുനർജീവിപ്പിക്കുകയില്ല, പുനരെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ ഖുൽ ബലാ വറബ്ബി, എൻ്റെ റബ്ബ് തന്നെയാണേ സത്യം, ലതുബ്അസുന്ന, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഖിയാമത്ത് നാൾ അതൊരു യാഥാർത്ഥ്യമാണ്.
ഏതൊരു വ്യക്തിയും എത്ര നിഷേധിച്ചാലും എത്ര കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിച്ചാലും വിശുദ്ധ ഖുർആനും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളും ഖിയാമത്ത് നാൾ അത് നിർബന്ധമായും ഉണ്ടാകുമെന്ന് നമ്മളെ അറിയിക്കുന്നുണ്ട്. ഈ ലോകം ഇത് അനീതിയുടെ ലോകമാണ്. 100 പേരെ കൊന്ന വ്യക്തിക്ക് നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ഒരു തവണ മാത്രമേ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. തിന്മകൾക്ക് അനുയോജ്യമായ ശിക്ഷ ലഭിക്കുന്ന, നന്മകൾക്ക് അതിനനുയോജ്യമായ പ്രതിഫലം ലഭിക്കുന്ന പരലോകം അത് യാഥാർത്ഥ്യമാണെന്ന തിരിച്ചറിവാണ് ഈ ആയത്തുകൾ ഓതുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്. ആയത്തിൻ്റെ ബാക്കിയിൽ അല്ലാഹു തആല പറയാണ്, ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ് വലാ അസ്ഗറു മിൻ ദാലിക വലാ അക്ബർ. അല്ലാഹുവിൽ നിന്നും ഒരു അണുമണി തൂക്കം അതിനോളം നിസാരമായതൊന്നും അള്ളാഹുവിൽ നിന്ന് വിട്ടുപോവുകയില്ല. ദർറ എന്ന അറബി പദത്തിന് മോഡേൺ ഡിക്ഷണറിയിൽ അർത്ഥം ആറ്റം എന്നാണ്, തന്മാത്ര. ഇനി ആയത്തിൻ്റെ ബാക്കി വല അസ്ഗറു മിൻ ദാലിക വല അക്ബർ, അതിനേക്കാൾ എത്രയോ ചെറുതായിക്കോട്ടെ അതിനേക്കാൾ വലുതായിക്കോട്ടെ, അള്ളാഹു അറിയാതെ അള്ളാഹു ഒരു കാര്യം രേഖപ്പെടുത്തി വെക്കാതെ അത് ഒരിക്കലും അവൽ നിന്നും വിട്ടുപോകുന്ന പ്രശ്നമേ ഇല്ല. നമുക്കറിയാം ഖദറിന് 4 മർത്തബകളാണുള്ളത്, 4 തട്ടുകൾ. അതിനൊന്നാമത്തെ തട്ടാണ് പ്രിയപ്പെട്ടവരിൽ ഇൽം. അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും കൃത്യമായി അറിയുന്നവനാണ്. ലോകത്ത് എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ സംഭവിക്കില്ല എന്ന് തുടങ്ങി എല്ലാ കാര്യവും കൃത്യമായി അറിയുന്നവനാണ് നമ്മുടെ ഖാലിഖായ, നമ്മുടെ മാലിക്കായ, നമ്മുടെ മുദബ്ബിറായ, നമ്മെ ഏറെ സ്നേഹിക്കുന്ന, നാം ഏറെ സ്നേഹിക്കുന്ന ലോക സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല. അവൻ അറിയുന്ന കാര്യങ്ങളെല്ലാം, അവൻ ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ആയത്ത്, ലിയജ്സിയല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ഉലൈക ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം. ആയത്തിൻ്റെ അർത്ഥം നമുക്കിങ്ങനെ വായിക്കാം. ലിയജ്സിയല്ലദീന ആമനു, എന്തിനു വേണ്ടിയിട്ടാണ് ഖിയാമത്ത് നാൾ? ലിയജ്സിയ, പ്രതിഫലം നൽകുവാൻ വേണ്ടിയിട്ടാണ്. അല്ലദീന ആമനു, വിശ്വസിച്ചവർക്ക് വേണ്ടിയിട്ട്. വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് വേണ്ടിയിട്ട്. ഉലൈക, അക്കൂട്ടർ, ലഹും അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, വരിസ്ഖുൻ, ഉപജീവനം, കരീം, മാന്യമായ, റിസ്ഖും മഗ്ഫിറത്തും, അള്ളാഹു തആല അവൻ്റെ മഗ്ഫിറത്തും റിസ്ഖും, മാന്യമായ മഗ്ഫിറത്തും റിസ്ഖും പടച്ച റബ്ബ് അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആർക്ക് പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിൽ കൃത്യമായി വിശ്വസിച്ച ആളുകൾക്ക്. നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ പഠിച്ചില്ലേ അള്ളാഹുവിൻ്റെ ഇൽമിനെ കുറിച്ച്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ധാരാളം പേർ അള്ളാഹുവിൻ്റെ ഇൽമ് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കുണ്ട് എന്ന് പറയുമ്പോൾ അവരൊക്കെ അകപ്പെട്ടിരിക്കുന്ന അജ്ഞതയുടെ പടുകുഴി അത് എത്രത്തോളം ആഴമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു തആല പറയാണ്, ലിയജ്സിയല്ലദീന ആമനു, അള്ളാഹുവിന് പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ടാണ്. ആർക്കൊക്കെ? വിശ്വസിച്ചവർക്ക്. അള്ളാഹുവിൽ അവൻ പഠിപ്പിച്ചതുപോലെ അവൻ്റെ അസ്മാകളിലും അവൻ്റെ സിഫാത്തുകളിലും തുടങ്ങി അവൻ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളിലും കൃത്യമായി വിശ്വസിക്കുന്നവർ, അവർക്കാണ് നാളെ പരലോകത്ത് പ്രതിഫലമുള്ളത്. വഅമിലുസ് സ്വാലിഹാത്ത്, കേവലം വിശ്വാസം കൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ച് ആ വിശ്വാസത്തിനനുസരിച്ച് അള്ളാഹു പഠിപ്പിക്കപ്പെട്ട ആരാധനാ കർമ്മങ്ങൾ അത് കൃത്യമായി ചെയ്യുന്നവരാരോ അവർക്ക് വേണ്ടിയിട്ടാണ് പരലോകം, അവർക്ക് പ്രതിഫലം നൽകുവാൻ വേണ്ടിയിട്ടാണ് പരലോകം തയ്യാറാക്കിയിട്ടുള്ളത്. ആയത്തിൻ്റെ ബാക്കിയിൽ പടച്ചറബ് പറയാണ്, ഉലൈക ലഹും, അത്തരം ആളുകൾക്ക്, അള്ളാഹുവിൽ കൃത്യമായി വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക്, ലഹും അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ, അള്ളാഹുവിൻ്റെ പാപമോചനം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്യുന്നവരായിരിക്കാം നമ്മൾ ചെയ്ത തിന്മകളെല്ലാം റഹീമായ, ഗഫൂറായ, വദൂദായ പടച്ച റബ്ബ് നമുക്ക് പുറത്തു തരും, നമ്മൾ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ. ആയത്തിൻ്റെ ബാക്കി, വരിസ്ഖുൻ കരീം, മാന്യമായ റിസ്ഖ്, ഉപജീവനം. അത് കേവലം ഒരു ഭക്ഷണം മാത്രമല്ല പ്രിയപ്പെട്ടവരെ. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി എന്നും രാവിലെ ചോദിക്കുന്ന പ്രാർത്ഥനയാണല്ലോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വരിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹ്, ഉപകാരപ്രദമായ അറിവ് നീ എനിക്ക് നൽകണമേ അല്ലാ. ത്വയ്യിബായ റിസ്ഖ്, നല്ല മാന്യമായ റിസ്ഖ് നീ എനിക്ക് നൽകണമേ അല്ലാ. സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുന്നവരാണല്ലോ നമ്മൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം നന്നാക്കിയാൽ, അമൽ സ്വാലിഹാത്തുകൾ ചെയ്താൽ നമുക്കതുണ്ടാകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നത്. അടുത്ത ആയത്ത്, വയറല്ലദീന ഊതുൽ ഇൽമല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക ഹുവൽ ഹഖ് വയഹ്ദീ ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. വയറല്ലദീന ഊതുൽ ഇൽമ, അറിവ് നൽകപ്പെട്ടിട്ടുള്ളവർ കണ്ടറിയുന്നതാണ്.
അല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക ഹുവൽ ഹഖ്, നിന്റെ രക്ഷിതാവിൽ നിന്ന് നിനക്കിറക്കപ്പെട്ടിട്ടുള്ള കാര്യം അത് തന്നെയാണ് സത്യം. വയഹ്ദി ഇല സിറാത്തിൽ അസീസ് അൽ ഹമീദ്, സുത്യർഹനും പ്രതാപശാലിയുമായ അള്ളാഹുവിൻ്റെ പാതയിലേക്കത് മാർഗദർശനം നൽകുകയും ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഖിയാമത്ത് നാളിനെക്കുറിച്ചും അതിൻ്റെ സംഭവ്യതയെക്കുറിച്ചുമാണ് നമ്മൾ ഈ ആയത്തുകളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ സൂചിപ്പിച്ച ആയത്ത് ഈ സൂറത്തിൻ്റെ ഇറങ്ങാൻ തന്നെ ഈ സൂറത്തിൻ്റെ പ്രധാനമായൊരു കാരണമായി സൂചിപ്പിക്കപ്പെട്ട സൂറത്തു സബയിലെ 3-ാമത്തെ ആയത്തിൽ അതിൽ പടച്ച റബ്ബ് ലതഅതിയന്നക്കും ബലാ വറബ്ബി ലതഅതിയന്നക്കും, അവിടെ ഖസ്മ ചെയ്തുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് ഖിയാമത്ത് നാളിനെക്കുറിച്ച്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഖിയാമത്ത് നാളിനെ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് സൽക്രമങ്ങളിൽ മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.